വളരെ ടേസ്റ്റി ആയിട്ടുള്ള വറുത്തരച്ച ശീമച്ചക്ക തീയലാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക, വേറെ പേരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ രണ്ട് പേരെ എനിക്കറിയാവൂ. ഇപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നല്ല സ്വാദിഷ്ടമായ വറുത്തരച്ച ശീമച്ചക്ക തീയലാണേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം. അതിന് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ഇത്തിരി വിളഞ്ഞ ശീമച്ചക്കയാണ്. ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പണ്ടൊക്കെ നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ മരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കാണാൻ കിട്ടുന്നില്ല. എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ? ഇത് നല്ല ടേസ്റ്റാണ്. നമുക്ക് വിളഞ്ഞത് തന്നെ എടുക്കണം കേട്ടോ. വിളഞ്ഞത് എടുത്തില്ലെങ്കിലേ വലിയ ടേസ്റ്റ് കാണില്ല. അപ്പം നല്ല വിളഞ്ഞത് നോക്കി വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ അതിന് എനിക്ക് ഇതിൻ്റെ മുഴുക്ക ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് പകുതിയായിട്ട് മുറിച്ചാൽ മതി. കുറച്ച് വരെയല്ലേ ഉള്ളൂ. അതുകൊണ്ട് പകുതി എടുത്ത് നമുക്ക് ഫ്രിഡ്ജിൽ കവറിലിട്ട് വെക്കാം. അപ്പം കുറച്ച് ദിവസത്തേക്കൊക്കെ ഇരിക്കും. അപ്പം അങ്ങനെ മുറിച്ചെടുത്തു. അടുത്ത് നമ്മൾ അതിനെ വൃത്തിയാക്കി എടുക്കണം. തൊലിയൊക്കെ നല്ല രീതിയിൽ, നല്ല പച്ച മാറുന്ന രീതിയിൽ തൊലി ചെത്തണം കേട്ടോ. പിന്നെ ഇത് കയ്യിൽ കറി ഇതൊക്കെ ആവണവർക്ക് ഇതുപോലെ എണ്ണ തേച്ച് അരിയാം. ഇത് പൂഞ്ചെന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പറയണം പറഞ്ഞാൽ ഈ പൂഞ്ചൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പം തന്നെ കണ്ട കളർ മാറിയുണ്ട്. അപ്പം ഇത് അരിഞ്ഞ് വെച്ച് കഴിയുമ്പം ഇതിൻ്റെ കളർ ഇതുപോലെ ആവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഉപ്പ് വെള്ളത്തിലിടണം. അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിലിട്ടാൽ ആ കളർ വരില്ല. നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ അരിയാം. ഞാൻ ഇപ്പോൾ കുറച്ച് കനം കൂട്ടി തന്നെയാണ് അരിയുന്നത്. എനിക്കിഷ്ടമാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നൈസായിട്ട് അരിയാം. ഇപ്പം എങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിന് അരിയാം. അരിഞ്ഞ് ഉപ്പ് വെള്ളത്തിൽ തന്നെ ഇടണമെന്നേ ഉള്ളൂ. പിന്നെ കയ്യിൽ കറയൊക്കെ ആവണമെന്നുള്ളവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ എണ്ണ തേക്കണം കേട്ടോ. കയ്യിൽ എണ്ണ തേച്ചിട്ട് ചെയ്യണം. അപ്പം കയ്യിൽ ഇങ്ങനെ വെച്ച് അരിയാൻ പറ്റില്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൽ വെച്ച് അരിയാം. എനിക്കിതിപ്പോൾ സൗകര്യം ആയതുകൊണ്ടാണ് കൈ ഇങ്ങനെ വെച്ച് അരിയണേ. ഇപ്പം കഷ്ണം കണ്ടില്ല, ഇങ്ങനെയൊക്കെ അരിഞ്ഞ് എടുക്കണം. ഇപ്പം വേഗത്തിൽ നമുക്കെല്ലാം അരിഞ്ഞെടുക്കാം. അപ്പോൾ എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതൊന്ന് കഴുകിയെടുത്ത് ഉപ്പോടെ തന്നെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് എടുത്താൽ മതി. അതായത് എൻ്റെ മണി പ്ലാന്റാണ്. എങ്ങനെയുണ്ട്? കളാവോ? അപ്പോൾ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാം? നമുക്ക് വറുത്തരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങ വേണം, കുറച്ച് കറിവേപ്പില വേണം, ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ് കേട്ടോ. ഞാൻ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതിയേ. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഇത്രയാണ് വറുത്തരയ്ക്കാൻ എടുക്കുന്നത്. അപ്പോൾ നല്ല ചൂട് കട്ടിയുള്ള പാത്രം എടുത്ത് അതിൽ എണ്ണ വിറ്റിട്ട്, എണ്ണ ചൂടായിട്ട് വേണം നമ്മൾ വറുക്കാനുള്ള സാധനങ്ങളൊക്കെ അതിലോട്ട് ഇടാം. ആദ്യം തേങ്ങ ഇടുക, അത് കഴിഞ്ഞ് കറിവേപ്പില, ചെറിയ ഉള്ളി നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. എത്ര വേണമെങ്കിലും ഇടുന്നതിനനുസരിച്ച് ടേസ്റ്റ് ആയിരിക്കും. ഇപ്പം ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ചെറിയ ഉള്ളി അപ്പം കാണണമെന്നില്ലല്ലോ. അപ്പം സവാള ഉപയോഗിക്കാം. എന്നാൽ ചെറിയ ഉള്ളിയാണ് ടേസ്റ്റ്. പിന്നെ ഞാൻ പുളി പറയാൻ വിട്ടു. കുറച്ച് പുളിയും കൂടെ ഇടുന്നേ. പുളി മറക്കരുത്, ഞാൻ മറന്നുപോയതാണേ. അപ്പോൾ ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി ഇതാ കുറേ നേരം എടുക്കണം കേട്ടോ. കൈ ഇടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു. ഇളക്കി നല്ലൊരു പരിവാകുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. മല്ലിപ്പൊടി ചേർത്ത് അതും കുറച്ച് നേരം പിടിച്ചിട്ട് അടുത്ത് മുളക് പൊടിയും ഇട്ട് ചേർത്ത് ഇങ്ങനെ കുറച്ച് നേരം കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു ബ്രൗൺ നിറമാവണം കേട്ടോ. നല്ല നിറം വരും. അതുവരെ നമ്മൾ അതിനെ ഇളക്കിയിട്ട് നമ്മൾ ഗ്യാസ് അണച്ച് ഓഫ് ചെയ്ത് ആറാൻ വെക്കണം. ആറിയിട്ട് വേണം മിക്സിയിലിട്ട് അരയ്ക്കാൻ കേട്ടോ. മിക്സിയിലെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുത്ത് പേസ്റ്റായിട്ട് മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ, മൺചട്ടിയിലാണ് വെക്കണേ. മൺചട്ടിയിലെ പാത്രം ഉണ്ട്, അതിലാണ് ഞാൻ തീയിൽ വെക്കുന്നത്. ആദ്യം എന്ത് ചെയ്യണം, അതിൽ ഈ അരിഞ്ഞ വെച്ച കഷ്ണങ്ങളൊക്കെ ഇടണം. അരിഞ്ഞെല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കണ്ടേ. അപ്പം വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും ഇതിൽ ചേർക്കാം. ഉള്ളിയും പച്ചമുളകും കൂടെ ചേർത്തിട്ട് വേവിക്കാം. ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുത്താൽ മതി. അതിൽ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അത് അത്യാവശ്യം അധികം വെള്ളം വേണ്ട, പെട്ടെന്ന് വേവുന്നതാണ്. നമ്മൾ ചക്കയും ശീമച്ചക്കയും ഇങ്ങനത്തെയൊക്കെ പെട്ടെന്ന് വേവുന്ന ഐറ്റംസാണ്. അപ്പം ശകലം വെള്ളം മതി. ശകലം വെള്ളവും വെച്ച് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം കഴിയുമ്പം അത് വെന്ത് വരും. അപ്പം പരുവം വെന്തിട്ടുണ്ട്. നോക്കിയോ, എടുത്ത് വെച്ച് നോക്കുമ്പോൾ അറിയാം. കഷ്ണം നോക്കുമ്പോൾ നമുക്ക് വെന്തായില്ലേന്ന് അറിയാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്ത് ചെയ്യണം, വെന്തതിലോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചില്ലേ, ആ കൂട്ടൊന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. അരച്ച് വെച്ച കൂട്ടങ്ങ് ഇട്ട് കൊടുക്കണം. ഇട്ടിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കുറച്ച് ഇളക്കി കൊടുക്കണം. ഇളക്കി ഒന്ന് മിക്സ് ആക്കിയിട്ട് അത് വീണ്ടും തിളയ്ക്കാൻ അനുവദിക്കണം. തിളക്കിയിട്ട് എന്നിട്ട് നമുക്ക് എടുക്കാം. അടച്ച് വയ്ക്കുക. ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട്. അടച്ച് വെച്ചിട്ടാണേ വേവിക്കുന്നത്. അപ്പം കുറച്ച് സമയം കഴിഞ്ഞു. അപ്പം നോക്കുമ്പോൾ നല്ല തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെയൊക്കെ തീയിൽ കുറച്ച് കട്ടി വേണം. അത് തൊട്ട് കൂട്ടാനൊക്കെ കണക്കിനുള്ള രീതിയിലാണ് ഒഴിച്ച് കറിയായിട്ട് വയ്ക്കുന്നത്. ഇതൊക്കെ കണ്ട നല്ല കട്ടിയായിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് എൻ്റെയൊക്കെ ടേസ്റ്റൊക്കെ നോക്കണേ, ഉപ്പൊക്കെ ശരിയാണോ എല്ലാം നോക്കിയിട്ട് അടുത്ത് നമുക്ക് താളിക്കാനായിട്ട് നമുക്ക് ഒരു പാത്രം അടുപ്പിൽ വെക്കണം. താളിക്കാനുള്ള പാത്രമാണ് ഇത്. അതിൽ എണ്ണ വീഴ്ത്തി എണ്ണ ചൂടായിട്ട് കടുക് ഇടണം. കടുക് പൊട്ടുമ്പോൾ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. പൊട്ടിത്തെറിച്ച് കളയും. ഡിഷ് ഒന്നും പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്നുണ്ട്. കുറേ നേരം എടുത്ത് കേട്ടോ കടുക് പൊട്ടിത്തെറിക്കാൻ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയ ഉള്ളി ഇടണം, വറ്റൽമുളക് ഇടണം, കറിവേപ്പില ഇടണം. സാധാ താളിക്കും പോലെ തന്നെ കേട്ടോ. സാധാ താളിക്കും പോലെ എടുത്ത് താളിച്ചിട്ട് കുറച്ച് നേരം എണ്ണയിൽ കിടന്ന് ഒന്ന് മൂത്തിട്ട് വേണം നമ്മൾ അതിനടുത്ത് നമ്മൾ മിക്സിയിലോട്ട് ഒഴിക്കാം.
താളിച്ചതിന് നമുക്ക് നമ്മളെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് അതിനെ മിക്സ് ചെയ്തൊക്കെ എടുക്കാം. കുറച്ച് പാത്രത്തിലൂടെ ചൂടെണ്ണയും കൂടെ വീഴ്ത്തി മിക്സ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഒരു രസം ഉണ്ടായിരിക്കും കേട്ടോ. അതിന് സൗണ്ടൊക്കെ നല്ല രസമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. ഇതാ നമ്മുടെ ചീമച്ചക്ക അല്ലെങ്കിൽ കടച്ചക്കത്തേൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ. നമുക്ക് ഇത്തിരി ചാറ് വേണം കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ചാറ് അവിടെ വേണമെന്നുള്ളവർ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിലാക്കണം കേട്ടോ. ഇവിടെ ചാറ് അധികം വേണ്ടാത്തതുകൊണ്ടാണ് കട്ടിക്ക് ഉണ്ടാക്കിയിരിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പിന്നെ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചൂട് ചോറിൻ്റെ ഒപ്പം നമ്മുടെ കടച്ചക്ക തീയലും കൂടെ ഒഴിച്ച് അങ്ങോട്ട് ഒരു പിടി പിടിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ, സി യു.